ഗൈസ്, നമുക്ക് ഇന്നൊരു ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു കളർ പേപ്പർ എടുക്കാം. അപ്പോൾ കളർ പേപ്പർ നമ്മുടെ വീട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു A4 സൈസ് പേപ്പർ ഉണ്ടാവും. എന്നിട്ട് ആ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ 3 ആക്കി മടക്കി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് കുറച്ച് ചെറിയൊരു പോർഷൻ മാത്രം എക്സ്ട്രാ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ നീണ്ടു നിൽക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. നമുക്കൊരു ചതുരം വേണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് സൈഡിൽ നിന്നും കൂടി ഇതുപോലെ 2 ആക്കിയിട്ട് മടക്കാം. 2 ആക്കി മടക്കി വരുമ്പോൾ കുറച്ചൊരു പോർഷൻ നമുക്ക് അവിടെ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ആ പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഈ ചതുരം പോലെ നമുക്ക് പീസായിട്ട് ഓരോ എതളുകളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നടുക്കിയൊന്നും കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെക്കാം. നമുക്ക് ഇപ്പോൾ 3-4 എതളിനുള്ള ഒരു ചാർട്ട് പേപ്പർ കിട്ടും നമുക്ക്. അതായത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 6 പീസ് ഉണ്ട്. നമുക്ക് ഇതുപോലെ 6 പീസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ചതുരം പോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ നമുക്ക് ത്രികോണ രീതിയിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ മടക്കാം. എന്നിട്ട് 2 സൈഡിൽ നിന്നും മുകളിലോട്ട് ഇങ്ങനെ ചെറിയൊരു ത്രികോണ രീതിയിൽ നമുക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഉള്ളിൽ ഒന്ന് എടുത്തിട്ട് സൈഡിലോട്ട് മടക്കി കൊടുക്കണം. നല്ല കാര്യമുള്ളൂ. സൈഡിലോട്ടാക്കി മടക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ആ നീണ്ടു നിൽക്കുന്ന ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ അടിയിലോട്ട് ബാക്കിലോട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിന് 2 പീസായിട്ട് മടക്കി കൊടുക്കാം, പകുതിയിൽ നിന്നാക്കാം. അപ്പോൾ അതൊക്കെ ഉണ്ടോ, ഉള്ളിലോട്ട് മടക്കി ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി, അതായത് 2 പീസാക്കി. എന്നിട്ട് ഈ 2 പീസ് നമുക്ക് ഒന്ന് പശ വെച്ച് ഒട്ടിക്കാം. എന്നാലേ നമുക്കൊരു എത്തള് പോലെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ സാധാരണ പശ വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അതായത് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എതളായി കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടിയ നമുക്കൊരു 6 പീസ് എതള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പൂവിനുള്ള എതള് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പശ വെച്ചിട്ട് എല്ലാ ഇതളുകളും ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതായത് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് യോജിപ്പിക്കണം. എന്നാൽ നമുക്കൊരു പൂവായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വെറുതെ ഒട്ടിച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് റൗണ്ട് ഷേപ്പിൽ കണ്ട. ഇത് നമ്മുടെ പൂവിൻ്റെ ഏകദേശം ഫൈനൽ ലുക്കിലോട്ട് വരാറായിട്ട്. ഇതാണ് നമ്മുടെ പൂവ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഫൈനൽ ലുക്കാണ്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ ചെയ്യണേ.